എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം കമന്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ആണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതല്ല ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഞാൻ കുടുംബസമേതം നടത്തിയ വാഗമൺ യാത്രയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. തങ്ങൾപ്പാറയിലെ പാറപ്പുറത്തേക്കുള്ള കയറ്റവും അതിന് മുകളിൽ നിന്നുള്ള കാഴ്ച ആസ്വാദനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് നേരെ പൈൻ വാലിയിലേക്ക്. മരങ്ങൾക്കിടയിലെ തണലിൽ ഞങ്ങൾ കുറച്ചു സമയം ചെലവഴിച്ചു. അതുപോലെ തന്നെ കുറെ നല്ല ചിത്രങ്ങളും വീഡിയോകളും പകർത്തി. ബ്രിട്ടീഷ് ഭരണകാലത്ത് തടിയുടെ ആവശ്യത്തിനും മണ്ണൊലിപ്പ് തടയാനുമാണത്രേ ഇവിടെ പൈൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. ഏകദേശം 3:30 ഞങ്ങൾ തിരികെ റിസോർട്ടിലെത്തി. അങ്ങനെ റൂമിലെത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. കഴിച്ചതിന് ശേഷം അല്പം വിശ്രമിക്കുകയും തുടർന്ന് ബാൽക്കണിയിലിരുന്ന് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്തു. ഞങ്ങളുടെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളെക്കുറിച്ച് പറയാതെ വയ്യ. പ്രത്യേകിച്ചും അവിടെ നിന്നുള്ള സൂര്യോദയവും പ്രഭാത കാഴ്ചകളും അത്രമേൽ മനോഹരങ്ങളായിരുന്നു. ശാന്തമായ ആ അന്തരീക്ഷത്തിൽ ബാൽക്കണിയിൽ ഇരിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഞങ്ങളുടെ റിസോർട്ടിലെ താമസത്തിനെ പറ്റി എന്തെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ല. വളരെ നല്ല വൃത്തിയും അതുപോലെ തന്നെ വളരെ നല്ല ജീവനക്കാരുമുള്ള ഈ റിസോർട്ട് അല്പം മനസമാധാനം തേടി പ്രകൃതി ഭംഗി ആസ്വദിച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ യോജിച്ചതാണ്. ടൗണിൽ നിന്ന് കുറെ മാറി തേയിലത്തോട്ടങ്ങളുടെ നടുവിലിരിക്കുന്ന ഈ റിസോർട്ടിന്റെ ദൃശ്യഭംഗി വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് രാവിലെ വിദൂരതയിൽ കോടമഞ്ഞ് മൂടിയ മലകളും അതുപോലെ തന്നെ പക്ഷികളുടെ ശബ്ദങ്ങളും വളരെ ആസ്വാദ്യകരമാണ്. ഒരു പ്രത്യേക ദൃശ്യ ശ്രവ്യ വിസ്മയം തന്നെയാണെന്ന് പറയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇവിടുത്തെ താമസവും ഭക്ഷണവും അവരുടെ ആതിഥ്യ മര്യാദയും വളരെ ഇഷ്ടപ്പെട്ടു. 11-ാം തീയതി രാവിലെ 11 മണിയോടെ വളരെ നല്ല കുറെ ഓർമ്മകളും നിമിഷങ്ങളും സമ്മാനിച്ച എലീസിയൻ വെയിൽസിനോടും വാഗമണ്ണിനോടും ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് എന്നും പ്രിയപ്പെട്ട ഒരിടമായി വാഗമൺ മനസ്സിൽ തങ്ങി നിൽക്കും. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.